ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലം എന്ന് വെച്ചാൽ നിയമസഭ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികളും ചൂടുപിടിച്ച പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. ആ സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വാർത്ത പരന്നു, ഒരു ബോംബ് പൊട്ടാനുണ്ട് എന്ന്. ആ ബോംബ് പൊട്ടും, അതോടുകൂടി LDFന്റെ കഥ കഴിയും, LDF അധികാരത്തിൽ വരില്ല, UDF തന്നെ അധികാരത്തിൽ വരും എന്ന വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം പരന്നു. പക്ഷെ എന്താണ് ബോംബ് എന്ന് ആരും പറഞ്ഞിരുന്നില്ല. ആ ബോംബ് മറ്റൊന്നുമായിരുന്നില്ല, ലോകായുക്ത KT ജലീലിനെതിരെയുള്ള ലോകായുക്ത വിധിയായിരുന്നു. പക്ഷേ വോട്ടെടുപ്പിന് മുമ്പ് വിധി വന്നിരുന്നില്ല. വോട്ടെടുപ്പിന് ശേഷമാണ് വിധി വന്നത്. നീണ്ടു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ബോംബ് കൂടി പൊട്ടും എന്ന് പറഞ്ഞു. ആ ബോംബ് വന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഒരു വർഷം കഴിഞ്ഞതേയുള്ളൂ, ഒരു വർഷമായില്ല. അപ്പോഴാണ് രണ്ടാം ബോംബ് എന്ന രൂപത്തിലുള്ള വലിയ പ്രചാരണം നടന്നത്, മാധ്യമങ്ങളിൽ വലിയ ചർച്ച ചെയ്തത്. അതും മറ്റൊന്നുമായിരുന്നില്ല, ലോകായുക്ത തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസാണ്. ആ കേസിൽ മന്ത്രിസഭ തന്നെ താഴെ പോകും എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വ്യാപകമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മറ്റൊന്നുമല്ല, KK രാമചന്ദ്രൻ MLA അന്തരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചു. മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത്. അതേപോലെ തന്നെ ഉഴവൂർ വിജയൻ NCPയുടെ നേതാവാണ്, അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സഹായധനം നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും. അതോടൊപ്പം മറ്റൊരു വിവാദവും കൂടി ഉണ്ടായിരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ അകമ്പടി വാഹനം സഞ്ചരിച്ച അല്ലെങ്കിൽ അകമ്പടി പോയ വാഹനം മറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്രൈവർ മരിച്ചത്, ആ ഡ്രൈവറുടെ കുടുംബത്തിന് തുക അനുവദിച്ചു എന്ന് പറഞ്ഞ മറ്റൊരു വിവാദം. ഇതായിരുന്നു പ്രധാനമായും ഉണ്ടായ സംഭവങ്ങൾ. ഇത് രണ്ടും നടന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ഒന്നാം പിണറായി സർക്കാർ ഇലക്ഷൻ നടക്കുന്നതോടുകൂടി അതിൻ്റെ കാലാവധി തീർന്നു. രണ്ടാം പിണറായി സർക്കാർ പുതിയ സർക്കാരാണ്, പക്ഷെ മുഖ്യമന്ത്രി പിണറായിയാണ്. അങ്ങനെ എന്തെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ഒരു പരാമർശം ലോകായുക്തയിൽ നിന്നുണ്ടായാൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരും. അതാണ് രണ്ടാം ബോംബ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അത് മറികടക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു നിയമസഭയിൽ LDF ഒരു ബില്ല് കൊണ്ടുവരുന്നു. ആ ബില്ല് ഗവർണർ പിടിച്ചുവെക്കുന്നു. ഗവർണർ പിടിച്ചുവെച്ച് അവസാനം കോടതിയിൽ സർക്കാർ പോയപ്പോൾ കോടതി എന്തെങ്കിലും ഒരു പരാമർശം ഗവർണർക്കെതിരെ വരുമെന്ന് കണ്ട് അപ്പോൾ തന്നെ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എന്തായിരുന്നു സംഭവിച്ചത്? ഇതാ ഒപ്പിട്ട് നൽകാൻ രാഷ്ട്രപതി ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, അനുമതി നൽകിയിരിക്കുന്നു രാഷ്ട്രപതി. ഇനിയിപ്പോൾ ഗവർണർക്ക് ഒപ്പിട്ട് നൽകാതിരിക്കാൻ കഴിയില്ല, അതിന് നടപടിക്രമം മാത്രമാണ്. അങ്ങനെ ബില്ല് യാഥാർത്ഥ്യമാകുന്നു. നിയമസഭ പാസാക്കിയ നിയമം, ആ നിയമം അനുവദിക്കേണ്ടത് അല്ലെങ്കിൽ അതിന് അംഗീകാരം നൽകേണ്ടത് ഗവർണറുടെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അത് നിർവഹിച്ചില്ല ഗവർണർ. ആ ഗവർണർക്ക് കിട്ടിയ ഏറ്റവും മനോഹരമായ അടിയായിരുന്നു രാഷ്ട്രപതിയുടെ തീരുമാനം. നോക്കൂ, ഇനിയിപ്പോൾ ഗവർണർക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല, തീരുമാനമെടുത്തേ തീരും. അതോടൊപ്പം തന്നെ മറ്റൊരാൾക്കും കൂടി അടി കിട്ടിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ UDF തന്നെയാണ്. രമേശ് ചെന്നിത്തല, VD സതീശൻ, K സുധാകരൻ എന്നു വേണ്ട എല്ലാ നേതാക്കളും രംഗത്തിറങ്ങി ഇതാ ഇപ്പോൾ ഈ ഒറ്റ പ്രശ്നത്തിൽ സർക്കാർ താഴെ വീഴും എന്ന് പറഞ്ഞ് വലിയ പ്രചാരണം നടത്തിയിരുന്നു ഈ കോൺഗ്രസും UDFും. അതിനെ സഹായിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ നിരന്തരം വാർത്തയാണ്. ഇപ്പോൾ രാഷ്ട്രപതി ഒപ്പിടാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രപതി അത് അംഗീകരിച്ച് ഗവർണർക്ക് കൊടുത്തപ്പോൾ തന്നെ വലിയ വിമർശനമാണ്. മാധ്യമങ്ങൾക്ക് സഹിക്കുന്നില്ല. ഞങ്ങൾ ഇത്രയും കാലം എഴുതി കൊണ്ടുവന്ന സംഭവമല്ലേ, രാഷ്ട്രപതി എങ്ങനെ അംഗീകാരം നൽകി എന്ന ചിന്തയാണ് മാധ്യമങ്ങൾക്ക്. ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും മുഖപ്രസംഗങ്ങളും ചർച്ചകളും അന്ത്യചർച്ചകളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേയില്ല. അന്ന് മന്ത്രി P രാജീവ്, നിയമവകുപ്പ് മന്ത്രി P രാജീവ് പറഞ്ഞ വാക്കുണ്ട്. ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി ലോകായുക്ത നിയമത്തിലെ ഒരു വ്യവസ്ഥ മാറ്റുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ അതിന് വിരുദ്ധമാണ് ലോകായുക്ത നിയമം, അത് മാറ്റുകയാണ്. അത് ഏത് കോടതിയിൽ പോയാലും അംഗീകരിക്കും, രാഷ്ട്രപതിക്കും അംഗീകരിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ ഗവർണർ അത് പിടിച്ചുവെച്ചു, ഒരു വർഷത്തോളം പിടിച്ചുവെച്ചു ഒപ്പിടാതെ. അങ്ങനെ സംസ്ഥാന ഗവർണർ കോടതിയിൽ പോയപ്പോഴാണ് അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് അയച്ചത്. അതല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും അത് പിടിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ പിടിച്ചു വെച്ച ഗവർണർക്ക് കിട്ടിയ അടി നേരത്തെ പറഞ്ഞതുപോലെ. അതോടൊപ്പം തന്നെ ഇതുപയോഗിച്ച് ഇന്ന് ഇപ്പോൾ പിണറായി വിജയനെ താഴെ ഇറക്കും. പിണറായി വിജയന് രക്ഷയില്ല, രാജിവെക്കാതിരിക്കാൻ കഴിയില്ല. കാരണം മുഖ്യമന്ത്രി രാജിവെച്ചാൽ മന്ത്രിസഭ രാജിവെക്കേണ്ടി വരും, മന്ത്രിസഭ ഇല്ലാതാകും, പുതിയ മുഖ്യമന്ത്രി വരേണ്ടി വരും. അതുകൊണ്ട് പിണറായി വിജയൻ താഴെ ഇറങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയനെ രണ്ടാം തവണ തുടർച്ചയായി മുഖ്യമന്ത്രി സ്ഥാനത്ത് 5 വർഷം തുടരാൻ അനുവദിക്കില്ല
എന്ന് പറഞ്ഞാണല്ലോ ഇവർ ഇതും പൊക്കിപ്പിടിച്ച് നടന്നുകൊണ്ടിരുന്നത്. അവസാനം അതും ചീറ്റിപ്പോയി. ഇതാ ആ ബോംബും ചീറ്റിപ്പോയി. 2 ബോംബ്, വലിയ ബോംബാണ്. ഇതാ ഇപ്പോൾ പൊട്ടും, തേങ്ങയുടക്ക് സ്വാമി എന്ന് പറഞ്ഞ് അവസാനം തേങ്ങയുടച്ചു. ആരാണ്? രാഷ്ട്രപതി. ഇനിയിപ്പോൾ പ്രതിപക്ഷം മിണ്ടാതിരുന്നാൽ മതി. അതേപോലെ നമ്മുടെ ഗവർണർ ഇനിയും കുറച്ച് ബില്ല് കൂടി രാഷ്ട്രപതിക്ക് വിട്ടിട്ടുണ്ട്. അതിൽ തീരുമാനം രാഷ്ട്രപതിയിൽ നിന്ന് അടുത്ത് തന്നെ ഉണ്ടാക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതും നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനി ഒരു കനത്ത തിരിച്ചടി തന്നെയായിരിക്കും. പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട്, രാജ്ഭവനിൽ തന്നെയുണ്ട് എന്ന് അദ്ദേഹം പറയുമോ? അതിനു മുമ്പ് അദ്ദേഹം രാജിവെച്ചു പോകുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. അദ്ദേഹം പുതിയ ലാവണം തേടുകയാണ് എന്ന വാർത്തകൾ വരുന്നുണ്ട്. UP-യിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നു. ഫയലുകൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കണം, എല്ലാ ഫയലുകളും പെൻഡിംഗ് കിടക്കുന്ന എല്ലാ ഫയലുകളും എത്രയും പെട്ടെന്ന് തീർപ്പാക്കണം എന്നൊക്കെ നിർദ്ദേശം കൊടുത്തതായി വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം UP-യിൽ നിന്ന് മത്സരിക്കാൻ പോവുകയാണ്, അതിനുശേഷം ക്യാബിനറ്റ് മന്ത്രിയാകാൻ പോവുകയാണ് എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. അതിനുള്ള തയ്യാറെടുപ്പിലാണോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് വെച്ചാൽ അദ്ദേഹം രാജിവെക്കുകയാണോ? ഇനിയും ഈ തിരിച്ചടി ഇപ്പൊ രാഷ്ട്രപതി നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിരന്തരം തിരിച്ചടി നേരിട്ട് ഇങ്ങനെ തിരിച്ചടി ഏൽക്കാൻ ഞാൻ ഈ രാജ്ഭവൻ തുടരേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹം നാടുവിടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥയും. എല്ലാം വലിയ ആഘോഷത്തോടെ കൊണ്ടുവരും. മാധ്യമങ്ങൾ ഗോഗോ വിളികളുമായി ചുറ്റുമുണ്ടാകും. കുറേ ദിവസം ചർച്ച, അന്തിച്ചർച്ച, ഉപസ്റ്റോറികൾ, ബൈലൈൻ സ്റ്റോറികൾ അങ്ങനെ നിറയും മാധ്യമങ്ങളിൽ. അവസാനം എല്ലാം തകർന്ന് തരിപ്പണമാകും. ഒരൊറ്റ പോയിന്റിൽ തകർന്ന് വീഴുന്ന അവസ്ഥ. ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ ഒന്നും പഠിക്കുന്നില്ലല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഉറപ്പിച്ച് പറയാൻ കഴിയും, 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന ബോംബ്, ആ ബോംബ് ഉപയോഗപ്പെടുത്തി ഈ സർക്കാരിനെ താഴെ ഇറക്കി കളയാം എന്നൊക്കെ വിചാരിച്ച് പ്രവർത്തിച്ച നമ്മുടെ പ്രതിപക്ഷത്തിന് ഏറ്റ കനത്ത തിരിച്ചടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ബോംബിനെ പോലെ തന്നെ അതും ഇപ്പോൾ ചീറ്റിപ്പോയിരിക്കുന്നു എന്ന് പറയുന്നതിൽ പ്രതിപക്ഷത്തെ നോക്കി പറയുന്നതിൽ അല്പഖേദമുണ്ട്. കാരണം തൊട്ടതെല്ലാം ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന ഒരു പ്രതിപക്ഷമായല്ലോ നമ്മുടെ UDF എന്ന് കാണുമ്പോൾ.